എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒറ്റ പത്രസമ്മേളനം കൊണ്ട് ഒരാളിന് തൽക്കാലത്തേക്കെങ്കിലും ഒരു വിവേകബുദ്ധി ഉണ്ടാക്കുക എന്നത് ചെറിയ കാര്യമല്ല. ഇന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ സാധ്യമാക്കിയത് അതാണ്. തിരുവനന്തപുരം മേയറുടെ പ്രസ്താവനയ്ക്ക് അദ്ദേഹം പരസ്യമായി ഒരു മറുപടി പറഞ്ഞു. അതോടെ മേയർക്ക് വിവേകബുദ്ധി ഉദിച്ചു. ആ കരാർ വ്യവസ്ഥകൾ നടപ്പിലാക്കണമെന്നേ താൻ ഉദ്ദേശിച്ചുള്ളൂ എന്നാണ് തിരുവനന്തപുരം മേയറുടെ ഇപ്പോഴത്തെ നിലപാട്. LDF സർക്കാരും LDF ഭരണസമിതിയും KSRTCയും തമ്മിലുണ്ടാക്കിയ കരാർ പാലിക്കണമെന്നാണ്. ഈ ബസ് ഓടിക്കുന്നതിനെ സംബന്ധിച്ചുള്ള കരാർ പാലിക്കണമെന്നേ തങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം മന്ത്രിക്ക് മറുപടി പറഞ്ഞുള്ള വാർത്താ സമ്മേളനത്തിൽ വിശദമാക്കിയത്. പക്ഷേ മേയറെ, ഇതായിരുന്നില്ലല്ലോ നിങ്ങളുടെ ആദ്യത്തെ പ്രതികരണം. ആ പ്രതികരണം നമുക്ക് ഒന്നുകൂടി കണ്ടാലോ? കോർപ്പറേഷന്റെ ഉത്തരവാദിത്വം കോർപ്പറേഷന് കേന്ദ്ര ഗവൺമെന്റ് എന്ത് തന്നിട്ടുണ്ട് അത് കോർപ്പറേഷന് പ്രയോജനപ്പെടണം. അതായിരുന്നു വാദം. കോർപ്പറേഷന് കേന്ദ്ര ഗവൺമെന്റ് എന്ത് തന്നിട്ടുണ്ട് അത് കോർപ്പറേഷന് തന്നെ കിട്ടണം. ഇതായിരുന്നില്ലേ തിരുവനന്തപുരം മേയറുടെ ആദ്യത്തെ നിലപാട്? ഈ നിലപാട് പുറത്തു വന്നതോടെ CPM ആകെ വിരണ്ടു. KSRTCക്ക് പണി കിട്ടി, ഗണേഷ് കുമാറിന് പണി കിട്ടി എന്നൊക്കെ ആർപ്പ് വിളിച്ചവരുണ്ട്. അവർക്ക് കൂടി കിട്ടിയ മുഖമടച്ച പ്രഹരമായിരുന്നു KB ഗണേഷ് കുമാറിന്റെ പത്രസമ്മേളനം. രാജേഷിനെ അനുകൂലിച്ച് ആർപ്പ് വിളിച്ചവരും പ്രചരിപ്പിച്ചത് എന്തായിരുന്നു? തലസ്ഥാനത്ത് സർവീസ് നടത്തുന്ന 113 ഈ ബസ്സുകളും കേന്ദ്ര സർക്കാർ കോർപ്പറേഷന്, തിരുവനന്തപുരം കോർപ്പറേഷന് വാങ്ങി നൽകിയ വാഹനങ്ങളാണ്. അല്ലേ? അങ്ങനെയല്ലേ പ്രചരിപ്പിച്ചത്? ആദ്യ ദിവസം രാജേഷിന്റെയും ധാരണ അത് തന്നെയായിരുന്നു. എന്നാൽ അതല്ല സത്യം. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഈക്വൽ ഷെയർ ഇട്ട് രൂപം നൽകിയ സ്മാർട്ട് സിറ്റി തിരുവനന്തപുരം ലിമിറ്റഡ് എന്ന കമ്പനിയാണ്, SPV ആണ് ആ ബസ്സുകൾ വാങ്ങിയത്. ആ കമ്പനിയിൽ കോർപ്പറേഷന്റെ ഷെയർ വെറും 8.8%. ഈ കമ്പനിയാണ് 113 ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങിയത്. പക്ഷെ തിരുവനന്തപുരത്ത് ആകെ സർവീസ് നടത്തുന്ന ഇലക്ട്രിക് ബസ്സുകളുടെ എണ്ണം 113 അല്ല, അത് 163 ആണ്. 50 എണ്ണം KSRTC വാങ്ങിയത് കിഫ്ബിയുടെ സഹായത്തോടെ. അങ്ങനെ ആകെ 163 ബസ്സുകൾ. ആ 163 ബസ്സുകളിൽ വെറും 32 സർവീസുകൾ മാത്രമാണ് സിറ്റിക്ക് പുറത്തേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് സിറ്റിയിലെ ഡിപ്പോകളിൽ നിന്ന് സിറ്റിക്ക് പുറത്തേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത്. എങ്ങോട്ടൊക്കെ? ആറ്റിങ്ങൽ, വെഞ്ഞാറമൂട്, മലയൻകീഴ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര തുടങ്ങിയ ഭാഗങ്ങളിലേക്കൊക്കെ 32 സർവീസുകൾ നടത്തുന്നുണ്ട്. ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കുക? സിറ്റിയിൽ സർവീസ് നടത്താൻ SCTL എന്ന SPV വാങ്ങിയ 113 ബസ്സുകളേക്കാൾ കൂടുതൽ സർവീസുകൾ ഇപ്പോൾ സിറ്റിയിൽ സർവീസ് നടത്തുന്നുണ്ട്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ് VV രാജേഷ് കേന്ദ്ര സർക്കാർ കോർപ്പറേഷന് വാങ്ങിത്തന്ന ബസ്സുകൾ നഗരത്തിൽ തന്നെ ഓടണം എന്ന് വാശി പിടിച്ചത്. ആ വാശിയുമായി രംഗത്തിറങ്ങിയ VV രാജേഷ് മറ്റൊരു വാദം കൂടി ഉന്നയിച്ചു. അതിതാണ്: KSRTCയുടെ ലാഭം നഷ്ടം നോക്കേണ്ടത് KSRTCയുടെ ഉത്തരവാദിത്വമാണ്. കോർപ്പറേഷന്റെ ഉത്തരവാദിത്വം കോർപ്പറേഷന് കേന്ദ്ര ഗവൺമെന്റ് എന്ത് തന്നിട്ടുണ്ട് അത് കോർപ്പറേഷന് പ്രയോജനപ്പെടണം. എന്താ പറഞ്ഞത്? KSRTCയുടെ ലാഭവും നഷ്ടവും നോക്കേണ്ടത് KSRTCയുടെ മാത്രം ഉത്തരവാദിത്വമാണ്. ആ വാചകം പറയുമ്പോൾ രാജേഷും കൂട്ടരും സൃഷ്ടിക്കാൻ ശ്രമിച്ച നരേറ്റീവ് എന്തായിരുന്നു? തിരുവനന്തപുരം കോർപ്പറേഷന് മാത്രമായി കേന്ദ്ര സർക്കാർ കുറച്ച് ബസ്സുകൾ വാങ്ങി നൽകുന്നു. അത് KSRTCക്ക് ലാഭമുണ്ടാക്കാൻ അവർ തന്നിഷ്ടത്തിന് ഓടിക്കുന്നു. ഇങ്ങനെയല്ലേ അദ്ദേഹം പറഞ്ഞത്? എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറഞ്ഞത് എന്താണ്? 1-2 വ്യക്തികൾ അവരുടെ മാനസികാവസ്ഥ വെച്ചിട്ട് സിറ്റിയിൽ ഓടേണ്ട ബസ്സിനെ അയച്ചു കഴിഞ്ഞാൽ നമുക്കത് പരിശോധിക്കണം. 1-2 വ്യക്തികൾ തീരുമാനമെടുത്ത് സിറ്റിയിൽ ഓടേണ്ട ബസ്സുകൾ പുറത്തേക്ക് അയക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ ബൈറ്റിൽ അദ്ദേഹം കുറെ കൂടി വ്യക്തമായി ഇക്കാര്യം, ഈ ആരോപണം സ്പഷ്ടമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഓടുന്നതിന് പകരം നല്ലൊരു ഭാഗം ബസ്സുകൾ കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഓടുകയാണ് ചെയ്യുന്നത്. അതിൽ പല രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ആവശ്യപ്പെടുന്നതനുസരിച്ച് കേരളത്തിന്റെ മറ്റു പല ഭാഗത്തും വിട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ വാദം ഇതായിരുന്നു: ഈ ബസ്സുകളിൽ നല്ലൊരു ഭാഗം ബസ്സുകളും ജില്ലയ്ക്ക് പുറത്ത് സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലാണ് ഓടുന്നത്. അത് രാഷ്ട്രീയ നേതാക്കൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ആണ് അങ്ങനെ സർവീസ് നടത്തുന്നത്. ഇത് വസ്തുതയാണോ എന്നല്ലേ പ്രധാന ചോദ്യം. ഈ ആരോപണത്തിനാണ് യഥാർത്ഥത്തിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ കൃത്യമായ മറുപടി പറഞ്ഞത്. അങ്ങനെ കേന്ദ്ര സർക്കാർ വാങ്ങി നൽകിയ ഈ ബസ്സുകൾ KSRTC അനധികൃതമായി തന്നിഷ്ടത്തിന് ഉപയോഗിച്ച് വലിയ ലാഭം കൊയ്യുന്നു എന്നാണ് ആക്ഷേപമെങ്കിൽ ശരി, നിങ്ങൾ ആ ബസ് എടുത്തോളൂ. ആ ബസ് എടുത്ത് നിങ്ങൾ സ്വന്തമായി സർവീസ് നടത്തിക്കോളൂ. ഇതുവരെയുള്ള കണക്കൊക്കെ നമുക്ക് മറക്കാം. ഈ ബസ്സുകൾ 24 മണിക്കൂറിനകം നിങ്ങൾക്ക് തരാം. നിങ്ങൾ തന്നെ അതിന്റെ ചെലവ് മുഴുവൻ നോക്കി ഓടിച്ചോളൂ എന്ന് ഗതാഗത മന്ത്രി പറഞ്ഞത് രാജേഷിന്റെ ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിലല്ലേ? KSRTC രാഷ്ട്രീയ നേതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി തന്നിഷ്ടത്തിന് സിറ്റിയിൽ ഓടേണ്ട ബസ്സുകളെ സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഓടിക്കുന്നു, അങ്ങനെ വലിയ ലാഭം ഉണ്ടാക്കുന്നു എന്ന് രാജേഷ് പറഞ്ഞതിന് മറുപടിയായിട്ടാണ് KB ഗണേഷ് കുമാർ 24 മണിക്കൂറിനകം ഈ ബസ്സുകൾ തിരുവനന്തപുരം കോർപ്പറേഷന് പറയുന്ന സ്ഥലത്ത് കൊണ്ട് പാർക്ക് ചെയ്തു തരാം, നിങ്ങൾ തന്നെ സ്വന്തമായി അത് ഓടിച്ച് അതിന്റെ ലാഭം എടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞത് ഈ സാഹചര്യത്തിലല്ലേ? അപ്പൊ ഈ ബസ് വിവാദവുമായി രംഗത്തിറങ്ങിയപ്പോൾ VV രാജേഷ് പറഞ്ഞതെല്ലാം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് എന്ന് KB ഗണേഷ് കുമാറിന്റെ
പത്രസമ്മേളനത്തോടെ നമുക്ക് ബോധ്യമായി. ഈ ബസ്സുകളൊക്കെ വാങ്ങി നൽകിയത് കേന്ദ്ര സർക്കാരാണ് എന്ന വാദം തെറ്റാണ്, വസ്തുതയല്ല. ബസ്സുകൾ വാങ്ങിയത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും തുല്യമായ ഓഹരി പങ്കാളിത്തമുള്ള സ്മാർട്ട് സിറ്റി തിരുവനന്തപുരം ലിമിറ്റഡ് എന്ന SPV ആണ്. ആ SPVയിൽ 8.8% തിരുവനന്തപുരം കോർപ്പറേഷന്റെ വിഹിതം. ഇതൊക്കെ നമുക്ക് ഈ വിവാദത്തിന്റെ ഭാഗമായി മനസ്സിലായ കാര്യങ്ങളാണ്. ഇവിടെ ഈ ലാഭവിഹിതത്തിന്റെ കാര്യം കൂടി നമുക്കൊന്ന് പരാമർശിച്ചു പോകണം. ഗതാഗത മന്ത്രി വിശദമായ പത്രസമ്മേളനത്തിൽ പറഞ്ഞ ഒരു വസ്തുത ഇവിടെ എടുത്തു പറയണം. അത് ഇതാണ്: ഈ വണ്ടിയുടെ ഒരു സ്ഥിതി വളരെ മോശമായിരുന്നു. ഞാൻ മന്ത്രിയായി വന്നിട്ട് 2 വർഷം കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു. അന്നൊരു വലിയ വിവാദം ഉണ്ടായത് നഷ്ടത്തിലാണ് എന്ന് ഞാൻ പറഞ്ഞു എന്നാണ്. നഷ്ടത്തിൽ തന്നെയായിരുന്നു. അന്ന് ഒരു വണ്ടിയുടെ ശരാശരി വരുമാനം 2500 രൂപയായിരുന്നു. ഒരു വണ്ടിയുടെ ഒരു ദിവസത്തെ വരുമാനം. അപ്പൊ ആദ്യഘട്ടത്തിൽ 2500 രൂപ വരെയായിരുന്നു ഇലക്ട്രിക് ബസ്സുകളുടെ ശരാശരി വരുമാനം. ഒരു ബസിന്റെ വില ഏതാണ്ട് 1 കോടിയോളം രൂപയാണ് എന്ന് ഓർക്കണം. ശരാശരി 2500 രൂപ വരുമാനം കണക്കാക്കിയാൽ ഒരു വർഷം എത്ര രൂപയാണ് ഒരു ബസ്സിൽ നിന്ന് കളക്ഷൻ ഉണ്ടാവുക? 9,12,500 രൂപ. ബസിന്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റും അറ്റകുറ്റപ്പണികളും അതൊക്കെ കഴിച്ചാൽ, അറ്റകുറ്റപ്പണികളും ഒക്കെ കഴിച്ചാൽ ഒരു ബസ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ ഓടിയിരുന്നത്? ലാഭം വേണമെന്ന് വാശി പിടിക്കുന്നവർ നഷ്ടത്തിന്റെ ഓഹരി കൂടി വഹിക്കേണ്ടതല്ലേ? ഈ കണക്ക് വെച്ച് നോക്കിയാൽ SPVയിൽ 8.8% ഓഹരിയുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ അക്കാലത്ത് എത്ര രൂപ നഷ്ടം നികത്തിയിട്ടുണ്ട്? ഈ വരുമാനം മാത്രം ഉപയോഗിച്ചാണോ ഈ ബസ്സുകളിലെ കണ്ടക്ടറുടെയും ഡ്രൈവറുടെയും ശമ്പള ചെലവുകൾ അടക്കമുള്ള ചെലവുകൾ ഈ വരുമാനം കൊണ്ട് മാത്രമാണോ KSRTC വഹിച്ചിരുന്നത്? കാര്യങ്ങൾ വേണ്ട വിധം പഠിക്കാതെയും മനസ്സിലാക്കാതെയും ഈ ബസിന്റെ പേരും പറഞ്ഞൊരു രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കാൻ എടുത്തു ചാടുകയായിരുന്നു VV രാജേഷ്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് പക്ഷെ ന്യായമായ കാര്യമാണ്. നഗരത്തിനുള്ളിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ ഈ ബസിന്റെ സർവീസ് പരമാവധി പ്രയോജനപ്പെടുത്തണം. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് ഇതായിരുന്നില്ല അദ്ദേഹം ആദ്യം പറഞ്ഞത്. കേന്ദ്ര സർക്കാർ കോർപ്പറേഷന് കുറെ ബസ് കൊടുത്തു. ആ ബസ് കൊണ്ട് KSRTC വൻ ലാഭം ഉണ്ടാക്കുന്നു. അതിന്റെ ഷെയർ കോർപ്പറേഷന് തരുന്നില്ല. ഏതൊക്കെയോ രാഷ്ട്രീയ നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഈ ബസ്സുകൾ സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗത്ത്, ജില്ലയ്ക്ക് പുറത്തുള്ള മറ്റു ഭാഗത്ത് സർവീസ് നടത്തുന്നത്. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ആക്ഷേപങ്ങൾ. ഈ വാദങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണെന്ന് പൊതുസമൂഹത്തിന് ബോധ്യമായി. യഥാർത്ഥത്തിൽ പ്രശ്നം പരിഹരിക്കാൻ പരസ്പര ബഹുമാനത്തോടെ കൂടിയാലോചിച്ചും ക്രിയാത്മകമായി സഹകരിച്ചുമാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് VV രാജേഷിനും മനസ്സിലായിട്ടുണ്ട്. അത്രത്തോളമെങ്കിലും ഗണേഷ് കുമാറിന്റെ ചികിത്സ ഫലിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയണം. അപ്പോൾ സുഹൃത്തുക്കളെ മറക്കണ്ട, ന്യൂസ് ബുള്ളറ്റ് കേരള ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അതുപോലെ സാമ്പത്തിക പിന്തുണ നൽകാൻ തയ്യാറുള്ളവർ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുക. 7994903388 എന്ന നമ്പർ ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ സംഭാവന ചെറുതോ വലുതോ ആകട്ടെ, അത് ഞങ്ങളുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. സംഭാവനകൾ നൽകി ഞങ്ങളെ സഹായിക്കുക, നിലനിർത്തുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നല്ല നമസ്കാരം.